പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSCക്ക് വന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേഗം തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ ക്വസ്റ്റ്യൻ പല PSC ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ട്. ഇത് LP UP HSA അതിൽ മാത്രമല്ല എല്ലാ തരം പരീക്ഷകൾക്കും വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പം അതും അതിൻ്റെ അനുബന്ധ വിവരണങ്ങളും നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഗാന്ധിജി, ലക്ഷ്മണസ്വാമി മുതലിയാർ, ഡോക്ടർ രാധാകൃഷ്ണൻ, ഡോക്ടർ DS കോത്താരി. അപ്പോൾ നമുക്കറിയാം ആരാണ് ഡോക്ടർ DS കോത്താരി. ഓപ്ഷൻ D ആണ്. നമുക്ക് DS കോത്താരി ആരാണെന്ന് കൂടുതലായിട്ട് പഠിക്കാം. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഭൗതിക ശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്നു ഡോക്ടർ DS കോത്താരി. വെള്ളക്കുള്ളന്മാരുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് തിയറിയിലൂടെയാണ് ഭൗതിക ശാസ്ത്ര രംഗത്ത് അദ്ദേഹം പ്രശസ്തനായത്. അപ്പോൾ വെള്ളക്കുള്ളന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് തിയറിയിലൂടെയാണ് ഡോക്ടർ DS കോത്താരി പ്രസിദ്ധനായത്. 1948 മുതൽ 1961 വരെയുള്ള കാലയളവിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സയന്റിഫിക് ഉപദേശകനായി അദ്ദേഹം പ്രവർത്തിച്ചു. 1961 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായി. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ട് 1964 നിയമിക്കപ്പെട്ട ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ DS കോത്താരി ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ട് 1964 എഡ്യൂക്കേഷൻ കമ്മീഷൻ ചെയർമാനായിരുന്നു DS കോത്താരി. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് കോത്താരി കമ്മീഷനെ നിയമിച്ചത്. രാജ്യത്ത് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പാക്കണമെന്ന് ശുപാർശ ചെയ്തത് കോത്താരി കമ്മീഷനാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പാക്കണം എന്നിവയും കോത്താരി കമ്മീഷന്റെ പ്രധാന ശുപാർശകളായിരുന്നു. എന്തൊക്കെയാണ്? മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പാക്കുക എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട ശുപാർശകൾ. അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള ദേശീയ കൗൺസിലിന്റെ പ്രവർത്തനം അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രവർത്തനം അല്ലാത്തത്. ഓപ്ഷൻ B ആണ്. ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായാൽ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകുന്നു. അത് ദേശീയ കൗൺസിലിന്റെ പ്രവർത്തനം അല്ല. ഇതാണ് ആൻസർ. അപ്പോൾ ദേശീയ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സമത്വവും സമ്പൂർണ്ണ പങ്കാളിത്തവും നേടിയെടുക്കാൻ രൂപകൽപ്പന ചെയ്ത നയങ്ങളുടെയും പ്രോഗ്രാമുകളുടെയും സ്വാധീനം നിരീക്ഷിക്കാനും വിലയിരുത്താനും ഇത് ദേശീയ കൗൺസിലിന്റെ പ്രവർത്തനമാണ്. ഇനി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് അതും കൗൺസിലിന്റെ പ്രവർത്തനമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019 വകുപ്പ് 16-17 എന്നിവയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള നാഷണൽ കൗൺസിലിനെ പറ്റി പരാമർശിക്കുന്നത്. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നാഷണൽ കൗൺസിലിനെ പറ്റി പരാമർശിക്കുന്നത്, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള നാഷണൽ കൗൺസിലിനെ പറ്റി പരാമർശിക്കുന്നത് ഏതാണ്? 2019 ഏത്? ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019 വകുപ്പ് 16-17 ഇത്തരം വ്യക്തികൾക്കായുള്ള നാഷണൽ കൗൺസിലിനെ പറ്റി പരാമർശിക്കുന്നത്. കൗൺസിലിന്റെ ചുമതലകൾ ഇനി പറയുന്നവയാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള നയങ്ങൾ, കാര്യപരിപാടികൾ, പദ്ധതികൾ, നിയമങ്ങൾ എന്നിവയ്ക്ക്
രൂപം നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിനെ ഉപദേശിക്കുക. അപ്പോൾ എന്താണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള നയങ്ങൾ, കാര്യപരിപാടികൾ, പദ്ധതികൾ, നിയമങ്ങൾ എന്നിവയ്ക്ക് രൂപം നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിനെ ഉപദേശിക്കുക. രണ്ടാമത്, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യതയും പൂർണ്ണ പങ്കാളിത്തവും ഉറപ്പാക്കാനായി നടപ്പാക്കുന്ന പദ്ധതികളുടെയും നയങ്ങളുടെയും ഫലപ്രാപ്തി വിലയിരുത്തുക. മൂന്നാമത്തെ ചുമതല, ട്രാൻസ്ജെൻഡർ വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സർക്കാർ വകുപ്പുകൾ, സർക്കാരിതര സംഘടനകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. നാലാമത്തത്, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പരാതികൾ പരിഹരിക്കുക. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ചുമതലകളാണ് ദേശീയ കൗൺസിലിന് ഉള്ളത്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള ദേശീയ കൗൺസിലിനെ രൂപം നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ചെയർപേഴ്സണും വകുപ്പിന്റെ സഹമന്ത്രി വൈസ് ചെയർപേഴ്സണും ആയിരിക്കും. അപ്പോൾ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ചെയർപേഴ്സൺ ആയിരിക്കും, വകുപ്പിന്റെ സഹമന്ത്രി വൈസ് ചെയർപേഴ്സണും ആയിരിക്കും. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്. അപ്പോൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉഷാ മേത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഉഷാ മേത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന കാലത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ചു. അതാണ് ഉഷാ മേത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വേറിട്ട വ്യക്തിത്വമായിരുന്നു ഡോക്ടർ ഉഷാ മേത്ത. കുട്ടിക്കാലത്ത് തന്നെ ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളിൽ അവർ ആകൃഷ്ടയായിരുന്നു. കേവലം 8 വയസ്സുള്ളപ്പോഴാണ് ഉഷാ മേത്ത സൈമൺ കമ്മീഷൻ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തത്. ഉഷാബെൻ എന്നാണ് ഡോക്ടർ ഉഷാ മേത്ത വ്യാപകമായി അറിയപ്പെട്ടത്. ഉഷാബെൻ എന്നാണ് ഡോക്ടർ ഉഷാ മേത്ത വ്യാപകമായി അറിയപ്പെട്ടിരുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് 1942 ഓഗസ്റ്റ് 14-നാണ് ഉഷാ മേത്തയും ഏതാനും അടുത്ത സുഹൃത്തുക്കളും ചേർന്ന് സീക്രട്ട് കോൺഗ്രസ് റേഡിയോയ്ക്ക് രൂപം നൽകിയത്. അപ്പോൾ സീക്രട്ട് കോൺഗ്രസ് റേഡിയോയ്ക്ക് രൂപം നൽകിയത് ആരെന്ന് ഒരു ചോദ്യം PSC കണ്ടിട്ടുണ്ട്. അത് ഡോക്ടർ ഉഷാ മേത്തയാണ്. ഓഗസ്റ്റ് 27 മുതൽ റേഡിയോ സംപ്രേഷണം ആരംഭിച്ചു. ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ, ദേശഭക്തി ഗാനങ്ങൾ, പ്രമുഖ നേതാക്കളുടെ പ്രസംഗങ്ങൾ എന്നിവയെല്ലാം റേഡിയോ പ്രക്ഷേപണം ചെയ്തു. പിടികൂടപ്പെടാതിരിക്കാനായി റേഡിയോ നിലയത്തിന്റെ കേന്ദ്രം ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരുന്നു. കേവലം 3 മാസം മാത്രമേ പ്രവർത്തിച്ചുള്ളൂ എങ്കിലും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ സന്ദേശങ്ങൾ ശക്തമായി പ്രചരിപ്പിക്കാൻ റേഡിയോയ്ക്ക് കഴിഞ്ഞു. ഇതാണ് ഡോക്ടർ ഉഷാ മേത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇതോടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്ന PSC ക്വസ്റ്റ്യനുകളും അതിൻ്റെ ഉത്തരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള റിലേറ്റീവ് ഫാക്ട്സുമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി ഇതുപോലുള്ള വീഡിയോയുമായി അടുത്ത് തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.